ഹായ്, സമയം 2:46. നമ്മളിൽ 2 ട്രേഡ് ഉണ്ടായിരുന്നു. ഒന്ന് എന്താ പറയുക, എസ്എല്ലും, രണ്ടാമത്തെ ഒരു 40 പോയിന്റ് നമുക്ക് ടാർഗറ്റ് കിട്ടി. ഫസ്റ്റ് നമ്മളെ ഓപ്പണിങ്ങിൽ ഇവിടെ ആയിട്ട് നമ്മളൊരു ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു കോള്. അത് നമ്മൾ ഈ സഡൻ ഫോൾ വന്നപ്പോൾ നമ്മൾ ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഈ ക്യാൻഡിലിൻ്റെ താഴെ ഈ ക്യാൻഡിൽ ഓപ്പൺ ആയപ്പോൾ നമ്മൾ സെക്കൻഡ് എൻട്രി ഉണ്ടായിരുന്നു. അതും നമ്മൾ ഏകദേശം 10 ഈ ഒരു റീട്രേസ്മെൻറ്റിൽ നമ്മളതും മാർക്കറ്റോട്ടിൽ എക്സിക്യൂട്ട് ചെയ്ത് എക്സിറ്റ് ചെയ്ത്. പിന്നെ ഇത് നമ്മളിന്ന് ഫസ്റ്റത്തെ കോൾ ഓപ്ഷൻ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ആയിട്ട് തിരിച്ച് ഇന്നലത്തെ റേഞ്ച് കയറിയപ്പോഴാണ് നമ്മൾ ആ ഒരു എന്താ പറയുക, അങ്ങനത്തെ ദിവസങ്ങളിൽ സാധാരണ മാർക്കറ്റ് ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് എന്നൊക്കെ പറയും. നല്ലൊരു മൂവ്മെൻറ്റ് അപ്സൈഡ്ക്ക്, അല്ലെങ്കിൽ അതിൻ്റെ കൗണ്ടർ പാർട്ടി ഇപ്പോൾ മേലിന്ന് ഓപ്പൺ ആവണിച്ചാൽ അതിൻ്റെ താഴേക്ക് അങ്ങനെ ഒരു നല്ലൊരു മൂവ്മെൻറ്റ് വരില്ല. 2 ദിവസം മുന്നേ അങ്ങനത്തെ ഒരു മൂവ്മെൻറ്റ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. സോ അങ്ങനത്തെ ഒരു മൂവ് ഞാൻ പ്രതീക്ഷിച്ചിട്ടാണ് ഫസ്റ്റത്തെ കോൾ ഓപ്ഷൻ നമ്മൾ ബൈ ചെയ്ത്, പിന്നെ ഷോപ്പ് ലോസ് ബുക്ക് ചെയ്ത് സെക്കൻഡ് നമ്മൾ എൻട്രി എടുത്ത് ഏകദേശം ഈ ഒരു സമയത്ത്, അത് നമ്മളെ മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡ് ചെയ്യുന്ന സി പീരീഡ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ എക്സിറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ട്രേഡ് ചെയ്യാന്ന് വെച്ചാൽ ഇതാണ് നമ്മൾ ട്രേഡ്. ഫസ്റ്റത്തെ 451 മേടിച്ച് സ്റ്റോപ്പ് ലോസ് 426, ദെൻ 385 മേടിച്ചിട്ട് സ്റ്റോപ്പ് ലോസ് 423. ഓക്കെ, അതാണ് നമ്മൾ ഇന്നത്തെ എൻട്രി ഉണ്ടായിരുന്നത്. നമ്മുടെ പ്ലാനിൽ 424. നമ്മൾ പ്ലസ് ഏകദേശം 2000+ വന്നാൽ പിന്നെ ഈ ഒരു ഡൗൺ സൈഡ് ഇവിടെ എത്തി. പിന്നെ മാർക്കറ്റ് റിവേഴ്സ് ആയപ്പോൾ നമ്മൾ മാർക്കറ്റ് ടോട്ടൽ എക്സിക്യൂട്ട് ചെയ്തിട്ട് എക്സിറ്റ് ആവുക ചെയ്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മാർക്കറ്റ് ഒരു സഡൻ ഫോൾ വന്നു. പിന്നെ നമ്മൾ കാര്യമാക്കില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മൂവും ഫുള്ളായിട്ട് ക്യാച്ച് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയ മൂവ് ക്യാച്ച് ചെയ്തു, പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങി. അങ്ങനെ നാളത്തെ അപ്ഡേറ്റ് നാളെ തരാം.